കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 12. 1957 പ്രഥമ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സ്വതന്ത്രർ ഉൾപ്പെടെ 65 പേരുടെ വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ച അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒട്ടും വൈകാതെ മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു. മാർച്ച് 25 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി അന്ന് പ്രവർത്തിച്ചിരുന്ന എറണാകുളം വളഞ്ചമ്പലത്തെ ആലപ്പാട് വീട്ടിൽ നിയമസഭാ കക്ഷി യോഗം ചേർന്നു. അതിന് തൊട്ടു മുൻപ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയും അവിടെ വെച്ച് തന്നെ യോഗം ചേർന്നു. നിയമസഭാ കക്ഷി യോഗത്തിൽ സഖാവ് KC ജോർജ് അധ്യക്ഷത വഹിച്ചു. നിയമസഭാ കക്ഷി നേതാവായി സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയും ഉപനേതാവായി സഖാവ് C അച്യുതമേനോനെയും തിരഞ്ഞെടുത്തു. പ്രസ്തുത യോഗത്തിൽ പാർട്ടിയുടെ 5 സ്വതന്ത്ര MLA-മാരും സജീവമായി പങ്കെടുത്തു. മാർച്ച് 25 എറണാകുളത്ത് സമ്മേളിച്ച നിയമസഭാ കക്ഷി യോഗത്തിൽ വച്ച് കേരളത്തിൻ്റെ പ്രഥമ സർക്കാരിനെ നയിക്കേണ്ട മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമായി. പാർട്ടിയുടെ 3 സ്വതന്ത്ര MLA-മാർക്ക് പ്രധാനപ്പെട്ട വകുപ്പുകളോടെ മന്ത്രിസഭയിൽ സ്ഥാനം ലഭിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. പെരിന്തൽമണ്ണയ്ക്കടുത്ത് ഏലംകുളത്തെ ധനിക നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകരിൽ പ്രമുഖനായിരുന്നു. 1939 മദിരാശി നിയമസഭയിലെ ജനപ്രതിനിധിയായിരുന്ന അദ്ദേഹം 1946 1952 നടന്ന മദിരാശി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജിതനായി. 1957 ഡൽഹിയിലെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ ചുമതലക്കാരനായിരുന്ന അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഐക്യ കേരളത്തിൻ്റെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായി അവരോധിക്കുകയും ചെയ്ത പ്രമുഖ വ്യക്തികളിൽ പ്രധാന പങ്ക് വഹിച്ചത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന സഖാവ് MN ഗോവിന്ദൻ നായരായിരുന്നു. മലബാറിൻ്റെ പ്രാതിനിധ്യമടക്കം നിരവധി ന്യായങ്ങൾ പറഞ്ഞാണ് പാർട്ടിയിലെ എതിർ ശബ്ദങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് MN ഗോവിന്ദൻ നായർ നിശബ്ദരാക്കിയത്. തിരുവിതാംകൂറിലെ ജനനായകനായ സഖാവ് TV തോമസിനെ പോലെ നേതൃത്വ പാടവമോ ജനാധിപത്യ വൈഭവങ്ങളോ ഇല്ലാത്ത കടുത്ത കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ മാത്രമായിരുന്നു സഖാവ് EMS നമ്പൂതിരിപ്പാട്. ഇതിനിടയിൽ മുൻപെങ്ങുമില്ലാത്ത കീഴ്വഴക്കങ്ങൾക്കെതിരായുള്ള ദുശാഠ്യങ്ങൾ ഉയർത്തി കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനും കോൺഗ്രസുകാരനുമായ ഗവർണർ B രാമകൃഷ്ണ റാവു കേരള രാഷ്ട്രീയ ഭൂമികയെ മലീമസമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര MLA-മാർ 5 പേരും തന്നെ ഒറ്റയ്ക്ക് വന്ന് കാണണം എന്ന ഗവർണറുടെ കർക്കശമായ നിലപാട് കേരള രാഷ്ട്രീയത്തെ പ്രക്ഷുബ്ധമാക്കി. മുൻ അഭിഭാഷകൻ കൂടിയായ ഗവർണർ B രാമകൃഷ്ണ റാവു ഹൈദരാബാദ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. 1952 ഹൈദരാബാദിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ ഭരണപക്ഷ പാർട്ടികളോട് കൂടി ആലോചിച്ചാണ് സാധാരണ നിയമിക്കാറ്. എന്നാൽ കേരളത്തിൻ്റെ പ്രഥമ ഗവർണറായിരുന്ന B രാമകൃഷ്ണ റാവു സ്വന്തം ഇഷ്ടപ്രകാരം WH ഡെക്രൂസിനെ കേരളത്തിൻ്റെ പ്രഥമ നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ഏകപക്ഷീയമായി നിയമിച്ചു. കേരള ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധമായ ഈ പ്രവൃത്തിയെ ഭരണപക്ഷത്തുള്ള മുഴുവൻ MLA-മാരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിശക്തമായി എതിർക്കുകയും നിശിതമായ ഭാഷയിൽ അപലപിക്കുകയും ചെയ്തു. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 5 സ്വതന്ത്ര MLA-മാരും ഗവർണറെ ഒറ്റയ്ക്ക് കണ്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ അറിയിച്ചു.
ആരെങ്കിലും മറുകണ്ഠം ചാടി കോൺഗ്രസിൽ ചേരാൻ തയ്യാറാണോ എന്നറിയാനും അതിനുവേണ്ടി പ്രേരിപ്പിക്കാനും വേണ്ടിയായിരുന്നു ഗവർണറുടെ ഈ രഹസ്യ കൂടിക്കാഴ്ചയെന്ന് പിന്നീട് ഈ 5 സ്വതന്ത്ര MLA-മാരും പൊതുവേദിയിൽ പരസ്യമായി വെളിപ്പെടുത്തി. 1957 ഏപ്രിൽ 3 നിയുക്ത മുഖ്യമന്ത്രി സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തിരുവനന്തപുരത്ത് രാജ്ഭവനിലെത്തി ഗവർണർ B രാമകൃഷ്ണ റാവുവിനെ സന്ദർശിക്കുകയും 110 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയ്ക്കിടയിൽ മന്ത്രിസഭ രൂപീകരിക്കുവാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട മന്ത്രിമാരുടെ പേരും വിശദാംശങ്ങളും സമർപ്പിക്കുകയും ചെയ്തു. പൊതുഭരണം, ആഭ്യന്തരം, ആസൂത്രണം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി. ധനം, കൃഷി വകുപ്പുകളുടെ ചുമതല എന്നിവ സഖാവ് C അച്യുതമേനോനായിരുന്നു. സഖാവ് KC ജോർജ് ആയിരുന്നു ഭക്ഷ്യം, വനം വകുപ്പുകളുടെ ചുമതലയുള്ള നിയുക്ത മന്ത്രി. സഖാവ് KP ഗോപാലനായിരുന്നു വ്യവസായ മന്ത്രി. സഖാവ് TV തോമസ് മന്ത്രി എന്ന നിലയിൽ തൊഴിൽ, ഗതാഗതം, സ്പോർട്സ് എന്നീ വകുപ്പുകളുടെ ചുമതല വഹിച്ചു. കേരളത്തിൻ്റെ പ്രഥമ വനിതാ മന്ത്രിയായ ശ്രീമതി KR ഗൗരിയമ്മ റവന്യൂ, എക്സൈസ്, ദേവസ്വം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിച്ചു. സഖാവ് PK ചാത്തൻ മാസ്റ്റർ മന്ത്രി എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണം, സഹകരണം എന്നീ വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര MLA ആയിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു കേരളത്തിൻ്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി. സഹകരണ വകുപ്പിൻ്റെ അധിക ചുമതലയും അദ്ദേഹത്തിനായിരുന്നു. തൃശൂരിൽ കോൺഗ്രസിൻ്റെ യുവനേതാവായ ശ്രീ K കരുണാകരനെ പരാജയപ്പെടുത്തിയ ഡോക്ടർ AR മേനോൻ കേരളത്തിൻ്റെ പ്രഥമ ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റു. കേരളത്തിൻ്റെ പ്രഥമ നിയമമന്ത്രിയായി സ്ഥാനമേറ്റത് തലശ്ശേരിയിൽ നിന്നും സ്വതന്ത്ര MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ നിയമജ്ഞനായ ശ്രീ VR കൃഷ്ണയ്യരായിരുന്നു. ജലസേചനം, വൈദ്യുതി എന്നീ അധിക വകുപ്പുകളുടെ ചുമതലയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഖാവ് TA മജീദായിരുന്നു കേരളത്തിൻ്റെ പ്രഥമ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. കേരളത്തിൻ്റെ പ്രഥമ 11-അംഗ മന്ത്രിസഭയിൽ 2 പേർ നമ്പൂതിരി സമുദായത്തിൽ ജനിച്ചവരും 3 പേർ നായർ സമുദായ അംഗങ്ങളുമായിരുന്നു. ഒരു ഈഴവ സ്ത്രീയും ഒരു ദളിത് സമൂഹ അംഗവും 1 മുസ്ലിം സമുദായക്കാരനും 3 ക്രിസ്ത്യാനികളും കേരളത്തിൻ്റെ പ്രഥമ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. എന്നാൽ ജീവിതത്തിൽ മതവിശ്വാസങ്ങൾ പാലിക്കാത്ത നിരീശ്വരവാദികളായ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു കേരളത്തിൻ്റെ പ്രഥമ മന്ത്രിസഭയിലെ 11-ൽ 9 അംഗങ്ങളും. ഭക്ഷ്യമന്ത്രിയായ സഖാവ് KC ജോർജ് പോളിയോ രോഗബാധിതനായ 1 കാലിന് മുടന്തുള്ള അംഗപരിമിതൻ കൂടിയായിരുന്നു. സഖാവ് R ശങ്കരനാരായണൻ തമ്പിയായിരുന്നു കേരളത്തിൻ്റെ പ്രഥമ നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റത്. ഡെപ്യൂട്ടി സ്പീക്കറായി അവരോധിക്കപ്പെട്ടത് ശ്രീമതി ആയിഷ ബീവിയാണ്. കോൺഗ്രസ് നേതാവായ ശ്രീ PT ചാക്കോ കേരള നിയമസഭയുടെ പ്രഥമ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1957 ഏപ്രിൽ 5 വെള്ളിയാഴ്ച തിരുവനന്തപുരം പട്ടണം ശോണിമയാർന്ന കൊടിതോരണങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞു. ആയിരങ്ങൾ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തി. കേരളത്തിലെ 1.25 കോടി ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമായ പ്രഥമ സർക്കാർ രൂപീകരണത്തിന് സാക്ഷ്യം വഹിക്കാൻ തലസ്ഥാന നഗരിയിലേക്ക് ഇരമ്പി വന്ന ജനസാഗരം തീർത്ത ആവേശോജ്ജലമായ തിരമാലകൾ കേരളമാകെ അലയടിച്ചുയർന്നു. രാജ്ഭവന്റെ പുൽത്തകിടിയിലൊരുക്കിയ പടുകൂറ്റൻ പന്തലിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അരങ്ങേറിയത്. അന്നേ ദിവസം രാവിലെ നിയുക്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആലപ്പുഴ വലിയ ചുടുകാട്ടിലെത്തി പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ സഖാവ് P കൃഷ്ണപിള്ളയ്ക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചു.